ഇല്ലാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്നത് എത്തിക്കലി ഇറ്റ് ഈസ് റോങ്. ഞാൻ അവരെ പറ്റിച്ചേ എന്ന ഭാവത്തിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ കുറ്റബോധം നിങ്ങളെ വേട്ടയാടി. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നോക്കും, ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കും. പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്റർവ്യൂവർ തിരിച്ച് നമ്മളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ ഇന്റർവ്യൂവറിനോട് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണോ, അതോ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആ ഇന്റർവ്യൂവർ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ആ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഉത്സാഹമുള്ള ആളാണെന്ന് ആ ചോദ്യം കൊണ്ട് മനസ്സിലാകണം. അപ്പൊ അതിന് പ്രസക്തമായ ഒരു ചോദ്യം വേണം ചോദിക്കാൻ. അപ്പൊ ആ പ്രസക്തമായ ചോദ്യം, നിങ്ങൾക്ക് ജെനുവിൻ ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. ഇല്ലെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച്, സ്ഥാപനം നടത്തുന്നത് ആരാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാം. അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്, എങ്ങനെയാണ് സ്ഥാപനത്തെ നിങ്ങൾ കാണുന്നത്, ഇതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കാണുന്നത്, ആ സ്ഥാപനം വളരുന്നതിനോടും സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരോടും നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട്, അവരെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നതാണ് ആ ചോദ്യം കൊണ്ട് നിങ്ങൾ അവിടെ പ്രകടിപ്പിക്കേണ്ടത്. രണ്ടാമതൊരു കാര്യം പ്രകടിപ്പിക്കേണ്ടത്, നിങ്ങൾക്കുള്ള ജെനുവിൻ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അത് എക്സ്ക്യൂസ് മീ, ഐ നീഡ് ടു ഹാവ് ക്ലാരിറ്റി ഓൺ സോ ആൻഡ് സോ ഇഷ്യൂ. യു ഹാവ് മെൻഷൻ, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തരാമോ എന്ന് ചോദിച്ച് അവർ ഏതെങ്കിലും ക്ലിയർ അല്ലാത്ത ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത് ജെനുവിൻ ആയിരിക്കുന്ന സംശയം ക്ലിയർ ചെയ്യാം. പക്ഷേ ഇൻവേരിയബിളി ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നിങ്ങൾക്കുള്ള ഉത്സാഹം, താല്പര്യം പ്രകടമാകുന്ന വിധം ഒരു ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കണം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഒരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂ പോകുമ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് പോകണമെന്ന്. നെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇൻഫർമേഷൻ എടുത്താൽ മതി. ആ ഇൻഫർമേഷനുമായിട്ട് ബേസ് ചെയ്ത്, ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് നെറ്റിലൊക്കെ പരതിയപ്പോൾ ഇങ്ങനെ ഒരു സംഗതി കണ്ടു, ആക്ച്വലി ഇങ്ങനെ തന്നെയാണോ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പം ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, അതിനുള്ള ഇൻട്രസ്റ്റും പ്രകടമാകുന്ന രീതിയിൽ അവരോട് തിരിച്ച്. അങ്ങനെ നമ്മളിപ്പോ ഒരു ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ജോലിയിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന കുറച്ച് സ്കില്ലുകളുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ജോലിക്ക് ചെന്നു, അപ്പൊ ആ സ്കില്ല് എന്നോടുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ആ സ്കില്ല് ഉള്ളതുകൊണ്ട് മാത്രം എന്നെ ആ ജോലിക്ക് എടുക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ അവിടെ പെട്ടുപോയൊരവസ്ഥയായി. പിന്നീട് ആ സ്കില്ല് എനിക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ വശം എത്തിക്കൽ പോയിന്റാണ്. ഇല്ലാത്ത ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്നത് എത്തിക്കലി ഇറ്റ് ഈസ് റോങ്. ആക്ച്വലി നിങ്ങൾ അവിടെ ആൻസർ ചെയ്യേണ്ടിയിരുന്നത്, ഇതെനിക്ക് എളുപ്പമെന്ന് പഠിച്ചെടുക്കാവുന്നതാണ് എന്ന ഉത്തരമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. എനിവേ, നിങ്ങൾ പറഞ്ഞു പോയ സ്ഥിതിക്ക് നൗ യു ആർ ബൗണ്ട് ടു അക്വയർ ദാറ്റ് സ്കിൽ. ഓൾറെഡി പറഞ്ഞു പോയി, അബദ്ധം പറ്റി, യു ആർ അഡ്മിറ്റ്. അവരുടെ അടുത്തല്ല, സ്വയം അഡ്മിറ്റ് ചെയ്യുക. ഡു എവറിത്തിങ് ഇൻ യുവർ ഡിസ്പോസൽ ആൻഡ് അക്വയർ ദാറ്റ് സ്കിൽ. ഇത് ഞാൻ പഠിച്ചെടുക്കേണ്ട എന്താ ജീവൻ മരണ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആ സ്കില്ല് അക്വയർ ചെയ്ത് എടുക്കുകയും വേണം. അതവിടെ ഉപയോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഞാൻ അവരെ പറ്റിച്ചേ എന്ന ഭാവത്തിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ കുറ്റബോധം നിങ്ങളെ വേട്ടയാടിക്കും. സോ നിങ്ങൾക്ക് അവിടെ വേറെ ഏതെങ്കിലും ഒരു റീസണിൽ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് സത്യസന്ധമായി അവരോട് ഉത്തരം പറയാൻ പറ്റാതെ വരും. നിങ്ങളുടെ ബിഹേവിയർ സംശയാസ്പദമായി പോകും. സോ ബി ഏണസ്റ്റ്. ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് എളുപ്പം അക്വയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് വേണം ഉത്തരം പറയാൻ വേണ്ടി. പല സ്ഥലങ്ങളിലും ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്കില്ല് പല സ്ഥലത്തും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പല സ്ഥലത്തും മറ്റ് സ്റ്റേറ്റുകളിലെ ബ്രാഞ്ചുകളും ഒക്കെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ മറ്റ് ഭാഷയിലുള്ള ആൾക്കാർ ക്ലയൻ്റുള്ള ഒരു കമ്പനിയോ ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ആ ഭാഷയിലെ സ്കില്ല് ചോദിക്കും. അത് ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ, എനിക്കിത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ജോലി അന്വേഷിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒരു വളരെ ശക്തമായ ഭാഷയിൽ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ടൈമിൽ
മറ്റ് ഭാഷകൾ, ഇന്ത്യയിലെ സാഹചര്യം പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷകൾ പഠിച്ചെടുക്കാൻ നിങ്ങൾ എഫേർട്ട് എടുക്കണം. നമ്മുടെ എല്ലാം ജോലി എന്താ? ഇന്ററാക്ടിങ് വിത്ത് അതർ പീപ്പിൾ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ജോലി. സോ ഹൗ ബെസ്റ്റ് യു ക്യാൻ ഇന്ററാക്ട് വിത്ത് അതർ പീപ്പിൾ? ഒന്നാമത്തെ സംഗതി, ഈ സ്വഭാവ വിശേഷങ്ങൾ പഠിച്ച് ഉചിതമായ വിധം ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കണം. ഇനി ഭാഷ, മലയാളം അറിയാവുന്ന ആളിന് 3.5 കോടി ആൾക്കാരോട് സംസാരിക്കാം. തമിഴ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു 6 കോടി ആൾക്കാരോട് സംസാരിക്കാം. ഹിന്ദി പ്രോപ്പറായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 50-60 കോടി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഭാഷ കൂടുതലായി പഠിക്കുകയും അതിനകത്ത് സ്കില്ലുണ്ടാക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടാനും, ഒരു ജോലി പോയാൽ മറ്റൊരു ജോലിയിൽ കയറാനും സാധ്യത വർദ്ധിപ്പിക്കും. പഠിക്കുന്ന സമയത്ത് തന്നെ, ജോലി അന്വേഷിക്കുന്നവരെ വരെ വെയിറ്റ് ചെയ്യേണ്ട, പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റ് ഭാഷകളിൽ പ്രാവീണ്യം നേടാൻ ശ്രദ്ധിക്കുക. എളുപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ആ ഭാഷയിലുള്ള ഒരു സിനിമ എടുത്ത് അതിന്റെ സബ്ടൈറ്റിൽ ഇട്ട് കാണുക. ഒരു സിനിമ 10 പ്രാവശ്യം കാണുക. പല സിനിമ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നത്. ഒരു സിനിമ 10 പ്രാവശ്യം കണ്ട ആ ഡയലോഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഡയലോഗ് പറയാൻ വേണ്ടി പറ്റും. ആ ഡയലോഗിന്റെ അർത്ഥം നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് നോക്കി കണ്ടുപിടിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പുസ്തകമില്ലാതെ, പഠിക്കാനിരിക്കുന്ന ഒരു മെനക്കേടില്ലാതെ, എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. സോ ലേൺ as many language as possible. That improves your employability.